ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഷ്വൽ മീഡിയ മലയാളം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യുന്നത്. മഞ്ഞൾ എങ്ങനെ പുഴുങ്ങാം. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നവരാണ് വീട്ടിൽ. ഈ മഞ്ഞൾ പുഴുങ്ങി ഉണക്കിയാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് പുഴുങ്ങുന്നതെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. ആ വീഡിയോയിലോട്ട് നമുക്കിന്ന് കിടക്കാം. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മഞ്ഞൾ വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കഴുകി വാരിയതിന് ശേഷം നമുക്ക് തിളപ്പിക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. മഞ്ഞൾ തിളപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറഞ്ഞു പോകാതെ നോക്കുക. തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മഞ്ഞൾ വേവുന്നതിന് പകരം അതൊരു വാടിയ രീതിയിലോട്ട് മാറുകയും പിന്നെ ഭാവിയിൽ മഞ്ഞൾ പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രധാനമായും നല്ല തീ എപ്പോഴും മഞ്ഞളിന് കൊടുക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു പാത്രം മഞ്ഞളായി. അതിനുശേഷം തീ നമുക്ക് നല്ല രീതിയിൽ കത്തിച്ചു കൊടുക്കാം. ഏകദേശമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ട് നിൽക്കുന്ന വെള്ളം ഒരു തവി കൊണ്ട് കോരിക്കളയാം, അല്ലെങ്കിൽ അത് തിളച്ച് അടുപ്പി വീണ് കഴിഞ്ഞാൽ തീ കെട്ടുപോകും. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തീ തന്നെ ഈ തിള ഏകദേശം ഒരു അരമണിക്കൂറൂടെ നീണ്ടു നിൽക്കണം. കാരണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മഞ്ഞളിപ്പോൾ ഒരു പാകമായിട്ടില്ല. ഒരു അരമണിക്കൂറൂടെ ഇതുപോലെ ഈ ചൂടിൽ തന്നെ തിളച്ച് കിടക്കണം. കിടന്നെങ്കിൽ മാത്രമേ മഞ്ഞൾ കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടുകയുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഒരു മഞ്ഞളെടുത്ത് നമ്മൾ ഒടിച്ചു നോക്കിയാൽ ഇതുപോലെ നൂല് വലിയുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം. അപ്പം നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി ഇനിയും ഇതിൻ്റെ വെള്ളം നമുക്കൊരു കൊട്ടയിലിട്ട് ഊറ്റിക്കളയാം. മഞ്ഞളിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കേണ്ട ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതിനായിട്ട് നമുക്കൊരു പായയോ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെയിലത്ത് നിവർത്തിയിട്ട് അതിൽ മഞ്ഞൾ നിരത്തിയിട്ട് ഉണക്കിയെടുക്കണം. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരാഴ്ചക്കാലം നല്ലപോലെ വെയിൽ കൊള്ളിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ.
ഇതാണ് നമ്മളിപ്പം ഒരാഴ്ചക്കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഉണക്കിയെടുത്ത മഞ്ഞളാണ്. ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇതിനും പുറത്തെ തൊലിയൊക്കെ ഒന്ന് ചീകിക്കളഞ്ഞ് പൊടിച്ചെടുത്ത നല്ല തനി നാടൻ മഞ്ഞൾപ്പൊടി നമുക്ക് ലഭിക്കും. വിഷ്വൽ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക.